പലർക്കും അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കുമൊക്കെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ ഈച്ച ശല്യം ഉള്ളവർക്ക് ഈച്ച എങ്ങനെ കെണിയിലാക്കാം എന്നുള്ളതാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമില്ല, വെളിയിൽ നിന്നുള്ള ട്രാപ്പ് മേടിക്കണ്ട എന്നുള്ളവർക്കും, പെട്ടെന്നൊരു ഈച്ച ശല്യം കൂടുതൽ തോന്നി ഉണ്ടാക്കണമെന്നുള്ളവർക്കും മീനിൻ്റെ അവശിഷ്ടങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് മത്തി അങ്ങനത്തെയൊക്കെ നല്ല മണമുള്ള മീനിൻ്റെ ചളിയാണ് ചൂട് നല്ലത്. അത് ഇതൊരു 500 ml വെള്ളത്തിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ മേള് 3/1 ഭാഗമായിട്ട് മുറിച്ച് 2 ഭാഗമായിട്ട് ഇത് ഈ താഴത്തെ ഭാഗം ഇതിനകത്ത് മീനിൻ്റെ വേസ്റ്റ് ഇടുക. എന്നിട്ട് ഇതിനകത്ത് സ്വല്പം വെള്ളവും, മീനിൻ്റെ ചളിവെള്ളം തന്നെയാണ് നല്ലത്, കാരണം അതിൻ്റെ മണവും എല്ലാം കൂടെ വരണം അതിനകത്ത്. അപ്പം ചിലപ്പം വെക്കുന്ന ഉടനെയൊന്നും ഇത് വരണമെന്നില്ല. എന്നിട്ട് ഇത് അതിനകത്ത് വെക്കണം. അപ്പം ഇതിൻ്റെ ബോട്ടം, ഈ അറ്റത്തിൻ്റെ ഭാഗം ഒരിക്കലും ഈ വെള്ളത്തിനകത്തങ്ങ് പോകാൻ പാടില്ല. കാരണം ഇത് കണ്ട് അതിനകത്തോട്ട് ഒന്ന് ചാടാനുള്ള ഒരു സ്പേസ് അതിന് വേണം. അപ്പം ഞാൻ അമുക്കി കഴിഞ്ഞ് അങ്ങ് അടിയിൽ വെള്ളത്തിലേക്ക്, അപ്പം തിരിച്ച് ആ വെള്ളം, ആ ചളി വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ഒഴിച്ചു മാറ്റും. അപ്പം ഇത് വെച്ച് ഇത് തല തിരിച്ച് വെക്കണം. ഇത് കണ്ടാൽ ഓൾമോസ്റ്റ് അമുക്കുമ്പം അവിടെ വരെ പോകാനേ ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് ഒഴിച്ചു കളയും, അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ തത്വം എന്തോന്ന് വെച്ചാൽ, ഈച്ച ഇതിനകത്തൂടെ കയറി, ഇതിൻ്റെ മണം കാരണം അകത്തൂടെ കയറി ഇതിനകത്ത് ട്രാപ്പാകും. പിന്നെ ഇതിനകത്തായി കഴിഞ്ഞാൽ ഇത് പറക്കുമ്പോൾ ഇങ്ങോട്ടാണ് പറക്കുന്നത്. ഈ നടുക്കോട്ട് പറക്കത്തില്ല, ഈ എഡ്ജിൽ കൂടി സൈഡിലോട്ട് പറക്കും. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കുക ആയതുകൊണ്ട് ഈ എഡ്ജെല്ലാം അടഞ്ഞിരിക്കുക നല്ലതായിട്ട്. ഒരു കിഴുത്തകളൊന്നുമില്ല. കിഴുത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേപ്പ് വെച്ച് അത് ഇവിടെ നിന്ന് മടക്കി ഇങ്ങനെ ഒരു മടക്കിട്ട് അതിനെ അടച്ചു വെക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറന്ന് ഇതിലേക്കൂടി കയറും. അത് കഴിയുമ്പോൾ ഇത് ട്രാപ്പായി വന്നിട്ട് അതിനകത്ത് വീഴാതെ മേളിൽ കൂടി വന്ന് ഇതിലേക്കൂടെ അങ്ങ് പറന്നു പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ്, ഇതിനിപ്പം കംപ്ലീറ്റ്ലി അത് അടഞ്ഞിരിക്കും. ഇതിനെക്കൂടെ ഇത് രണ്ടും കൂടെ ഉള്ള ഒട്ടിയിരിക്കുന്ന സ്ഥലത്ത് ഗ്യാപ്പില്ല. ഈ നടുക്കൂട് കയറിപ്പോകുന്ന ട്രാപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ഗ്യാപ്പുകളും ഇല്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ഒരു ടേപ്പ് വെച്ച് അതിനെ അടച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല, ജസ്റ്റ് മടക്കി അതിന് കിഴുത്തി അടയ്ക്കും. എന്നിട്ട് ഇതിനകത്തൊരു ഡ്രോപ്പ് സോപ്പ്, ലിക്വിഡ് സോപ്പ് ഉണ്ടല്ലോ, അത് അതിനകത്ത് ഒരു ഡ്രോപ്പ് മതി. അതിനകത്ത് ഒഴിക്കുക, അധികം വേണ്ട, ഒരു ഡ്രോപ്പ് മതി. എന്നിട്ട് ഇത് ഒരു മരത്തേലോ വല്ലോ അടിഭാഗം അതിനകത്ത് കെട്ടി വയ്ക്കുക. ഞാൻ ഇപ്പം നേരത്തെ ഉണ്ടാക്കിയൊരു ട്രാപ്പാണ്, അത് ഞാൻ കെട്ടി വെച്ചിരിക്കുകയാണ് അവിടെ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത്രയേ ഉള്ളൂ കാര്യം. അതിനകത്തൊരു ഡ്രോപ്പ് സോപ്പ് ഒഴിക്കുക, കലക്കി വെക്കുക. ഇപ്പം വെക്കുന്ന ഉടനെ ചിലപ്പം വരണമെന്നില്ല. ഇപ്പം അതിനധികം മണം വരാത്തതോ ചെയ്യാത്ത മീനോ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണമെന്നില്ല. അപ്പോൾ അത് ഇരുന്ന് ഒന്ന് നല്ല ഒരു വെയിലും മരത്തേലൊക്കെ കെട്ടി വെക്കും. അതിൻ്റെ ഷെയ്ഡും അതൊക്കെ കാണുമ്പോഴും വെയിലിൻ്റെയൊക്കെ ഒരു ഇതിൽ കിട്ടുമ്പോഴാണത് കൂടുതൽ മണമെല്ലാം കൂടെ പിടിച്ചതോട് വരും. അപ്പം ഇതിലേക്ക് ഇനി ഒരു ഡ്രോപ്പ് സോപ്പ് ഒഴിക്കുക. ഒരു ഡ്രോപ്പിൽ കൂടിപ്പോയി, പക്ഷേ കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോയതേ ഉള്ളൂ. ഒരു ഡ്രോപ്പ് സോപ്പ് മതി. ആ സോപ്പിൻ്റെ സ്മെല്ല് അധികം വെളിയിലോട്ട് വരാതിരിക്കാൻ, മീൻ ചളിയുടെ മണം മാത്രം വെളിയിലോട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് സോപ്പിൻ്റെ ആവശ്യം എന്നാന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈച്ച കയറിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പം
അതിലേക്ക് വന്ന് വെള്ളം കുടിക്കാനോ ഒക്കെ അതിനകത്തേക്ക് വരുമ്പം അത് കുടിച്ച് ആ സോപ്പുള്ളത് കൊണ്ടത് ചത്തുപോകും. അതിനുവേണ്ടിയാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോപ്പാണല്ലോ പാത്രം കഴുകാൻ. അപ്പം അതിനകത്ത് എന്തുവേലും ചാകുന്ന ഒരു സാധനം എന്നുള്ളതേ ഉള്ളൂ ആ സോപ്പിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വന്നത് അത് കുടിക്കുക, അത് ചത്തുപോകും. അപ്പോൾ അതിനകത്ത് കിടന്നത് ചത്തുപോകും. അത് കഴിഞ്ഞ് ഇതിലേക്കൂടെ പറന്നൊന്നും വരത്തില്ല. ആ സോപ്പിനകത്ത് അവിടെ കിടന്നില്ല എന്നുണ്ടെങ്കിൽ ജീവൻ അത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ട്രാപ്പ് ചെയ്ത് ജീവനോടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാകും. കുറച്ച് അതിനകത്ത് കിടന്ന് കഴിയുമ്പം ഓൾറെഡി ഈച്ചയിലുള്ള അതിൻ്റെ ലാർവ ഉണ്ടല്ലോ, ആ ലാർവയൊക്കെ ജീവനോടെ അതിനകത്ത് കാണും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് വെപ്രാളപ്പെടുകയൊന്നും വേണ്ട. എല്ലാവരും കൂടെ പറന്ന് വെളിയിൽ പോകുന്നൊന്നും വെപ്രാളപ്പെടേണ്ട. അതിനകത്ത് ചൂടുവെള്ളത്തിലോ വല്ലതും ഒന്ന് ഒഴിച്ചാൽ മതി, പെട്ടെന്ന് അതങ്ങ് ചത്തു പൊക്കോളൂ. അത്രയേ ഉള്ളൂ. അത് എന്നിട്ട് അത് കൊണ്ടുപോയി ഒരു മരത്തേലോ ഇവിടെ ഒരു പൊക്കത്തിൽ അത് കെട്ടിവെക്കും. ഒന്നും തട്ടി ഇത് കെട്ടിവെക്കാൻ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്ന് അത് തട്ടിയാൽ അത് തലയിൽ കുത്തി താഴെ പോകുമല്ലോ. അപ്പോൾ അത് താഴെ പോകാതിരിക്കാനാണ് ഒരു കവറിനകത്തോ എന്തെങ്കിലും ഇട്ട് കെട്ടിവെക്കാൻ പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഒന്ന് പഴയത് ഞാനിതുപോലെ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പോൾ ഒരു 2 ദിവസത്തിൽ കൂടുതലായി വെച്ചിരിക്കുന്ന അതിനകത്ത് മത്തിയുടെ വേസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ചാള എന്ന് പറയുന്ന സാധനമാണ് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നല്ല മണം വരും. ഒരു ഡ്രോപ്പ് സോപ്പും അത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം എപ്പോഴും നമ്മൾ മീൻ എടുക്കണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ മീൻ വേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഈച്ചയൊക്കെ ഒത്തിരി നിറഞ്ഞു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് അധികപ്പറ്റി ഈച്ച മേളിൽ ചത്തു കിടക്കുന്ന ഈച്ച എടുത്ത് കളയുക, എന്നിട്ട് എന്തെങ്കിലും കുഴിച്ചിടുക. കാരണം അത് മണമുള്ളത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് വന്ന് അഴുക്ക് വരത്തില്ല. കാരണം ആ മണം പിടിച്ച് അവിടെ നിൽക്കും, ഈ ട്രാപ്പിനകത്ത് വരത്തില്ല. അത് എന്തെങ്കിലും പുല്ലോ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ മണ്ടയ്ക്കിട്ട് അതിനെ മൂടി വെക്കുക. ഈച്ച അങ്ങോട്ട് ഞാന്ന് പോകാതിരിക്കാൻ ഇതിനകത്ത് ട്രാപ്പിനകത്ത് വരണമല്ലോ, വേറൊരു മണം വരരുത്. ഈ മണത്തിൽ വേണം പിടിച്ച് ഇതിനകത്ത് വേണം ട്രാപ്പാകാൻ. ഞാൻ ഈ ട്രാപ്പ് ഒന്ന് എടുത്ത് കാണിക്കാം. ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഞാൻ കുറേ എണ്ണത്തിനെ എടുത്ത് ഓൾറെഡി കളഞ്ഞു കഴിഞ്ഞതാണ്. ഇതിനകത്ത് കുറച്ച് കാണിക്കാം. നേരത്തെ ഇതുപോലെ ഉണ്ടാക്കിയതിനകത്ത് കുറേ പുഴുക്കളും ഒക്കെ വന്ന് അതിനെ ഇതുപോലെ പറഞ്ഞതുപോലെ അതിനെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഇത് ഞാനിപ്പം തണലത്തേക്ക് കൊണ്ടുവന്ന് വെയിലത്ത് വെച്ചാൽ ശരിക്കത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് പഴയത് ഞാൻ ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് ഇതിനകത്ത് ഇതിപ്പം തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് പോലും ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ്. പക്ഷേ അത് താഴേന്ന് അടഞ്ഞിരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ജീവനുള്ളതുണ്ടെങ്കിൽ ഇതിലേക്കൂടെ ഇറങ്ങിപ്പോവാം. അപ്പോൾ നമ്മൾ ടേപ്പ് വെച്ച് ഇതിനെ ഈ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ഒരു ടേപ്പ് ഇങ്ങനെ മടക്കി അങ്ങോട്ട് വെക്കേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കീറുന്നത് മുഴുവൻ ഇതിലേക്കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പിടിച്ച കുറച്ച് ഇതിനകത്ത് കുറേ എണ്ണം ചത്തതായിരുന്നു. അതെല്ലാം എടുത്തു കളഞ്ഞ് പിന്നെയും വെച്ചപ്പോൾ അത് ബാക്കി വീണതാണത്. അപ്പം അതിനകത്ത് നോക്കാമെങ്കിൽ ഒരു പുഴു കണ്ടോ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനെ കൊല്ലാൻ നമുക്ക് സ്വല്പം ചൂടുവെള്ളം ചൂടാക്കി അതിനകത്തിട്ടങ്ങ് ഒഴിച്ചാൽ അതങ്ങ് ചത്തു പൊക്കോളും. അല്ലെങ്കിൽ ഈ പുഴുക്കളെല്ലാം കൂടെ ഇനി പിന്നെയും ഈച്ചയായി വരുമല്ലോ. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ചുമ്മാത് കൊണ്ട് ട്രാഷ് കളയല്ല, അതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കണം. അപ്പം ചത്ത പുഴുക്കളും പുഴുക്കളും അങ്ങ് ചത്തു പൊക്കോളും. അതിനകത്ത് ജീവനോടെ കിടക്കുന്നത്. എനിവേ ഇങ്ങനെയാണ് വെക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് മരത്തേൽ കെട്ടി വയ്ക്കുക. അതായത് നമുക്ക് വേറെ വെളിയിൽ നിന്നൊരു ട്രാപ്പിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഫ്ലൈ ട്രാപ്പ്. ഈച്ച ട്രാപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ.